ഞങ്ങളിവിടെ ഈ ഉരുൾ പൊട്ടിയ സ്ഥലത്ത് വന്നപ്പോഴേ നമ്മുടെ അവിടെ ഉസ്താദ് സന്ദർശനം വന്നാണ്. വയനാട് ഉമ്മുൽഖുറ കോളേജിൻ്റെ ഒരു സെക്രട്ടറി ആയിട്ട് ഉസ്താദ് രണ്ടു വാക്കൊന്ന്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ചൂരൽമല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാടിൽ നമ്മളെ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഉണ്ടായ ദുരന്തം നടന്ന പ്രദേശമാണിത്. ഇവിടെ വന്നപ്പം വളരെ സന്തോഷമുള്ള കാഴ്ചകൾ. ഈ കാണുന്ന ചെറുപ്പക്കാരൊക്കെ മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നവരാണ്. മലപ്പുറം പ്രമുഖർ എന്ന ഒരു സന്നദ്ധ സംഘടനയുടെ വളണ്ടിയേഴ്സാണ്. ഇവർ ഇവിടെ ചെയ്യുന്ന സേവനം നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. 1000 തവണ ഇതേപോലെയുള്ള പല ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ, സന്നദ്ധ സംഘടനയുടെ ചെറുപ്പക്കാർ സ്വന്തം വീടും കുടുംബമൊക്കെ ഒഴിവാക്കിയിട്ട് ദിവസങ്ങളോളം ഇവിടെ വന്ന് ഈ നാടിന് വേണ്ടി അവർ പണിയെടുക്കുകയാണ്. അവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ഇതിൻ്റെ ചിലവൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സ്വന്തം വഹിക്കുകയാണ് ഉസ്താദെ. ഇതൊക്കെ ഞങ്ങൾ സ്വന്തം വഹിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇവർക്കൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് നമ്മുടെ വയനാട് ചൂരൽമലയിൽ മേപ്പാടി പ്രദേശത്തൊക്കെ ഉണ്ടായി ദുരന്തത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ വന്ന് ദിവസങ്ങളോളം പണിയെടുക്കുന്നു. നിങ്ങൾ കാണുന്നില്ല, ഈ കാണുന്ന ഈ പ്രദേശങ്ങളൊക്കെ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന, കരയിപ്പിക്കുന്ന, കരളലയിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. ഈ കാണുന്ന പടുകൂറ്റം പാറകളൊക്കെ 1000 ആനകൾ പിടിച്ചാൽ പോലും നീക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ 1000 JCB ഒന്നിച്ച് വന്നാൽ പോലും പെട്ടെന്ന് നീക്കി തീർക്കാൻ കഴിയാത്ത രീതിയിലുള്ള ടൺ കണക്കിന് ഭാരമുള്ള പാറകൾ. ഈ പാറകളൊക്കെ അവിടെ നിന്ന് വന്നു. മനുഷ്യരെ, നമുക്ക് ദൃഷ്ടാന്തമുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ വലിയ അണക്കെട്ടോ വലിയ ഒരു ജലപ്രളയോ ഒരു കടലോ ഒന്നും പൊട്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇത്രയും കാണുന്ന ഈ ഭീകര അവസ്ഥയിലുള്ള ഈ പാറകളൊക്കെ നീക്കി കിലോമീറ്ററുകളിൽ അപ്പുറത്ത് വന്നതാണ്. ഇതൊക്കെ സ്പീഡിൽ തള്ളിച്ച് നൂറുകണക്കിന് വീടുകളൊക്കെ തകർന്ന് തരിപ്പണമായി, അതോടൊപ്പം നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ട് ഒരു താണ്ഡവമാടിയിരിക്കുകയാണ്. നമ്മൾക്ക് പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ മാരകമായ ഒരു അദാബ് ഇറങ്ങിയതാണ്. ചെറിയൊരു ഉരുൾപൊട്ടലോ ഒരു ഭൂമിയുൽക്കോ ഒന്നുമല്ല, ഇവിടെ വന്ന് കാണേണ്ട ഒരു രംഗം തന്നെയാണ്. നമുക്കൊരു പാഠമുണ്ട്. നമ്മളൊക്കെ ചിന്തിച്ച് റബ്ബിലേക്ക് മടങ്ങുക. അല്പസ്വല്പം സൗകര്യങ്ങളും കഴിവുകളൊക്കെ ഉണ്ടാകുമ്പം അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ധിക്കാരികളും താന്തോന്നിവാസികളുമായി നമ്മുടെ ഈ ഉമ്മത്ത്, പ്രത്യേകിച്ച് ഉമ്മത്തിലെ യുവ സമൂഹം, പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ വയനാട്ടിൽ മേപ്പാടിയിൽ നടന്ന ഈ ദുരന്തം നമുക്കൊക്കെ പാഠമുണ്ട്, ചിന്തിക്കാനുണ്ട്, ചിന്തിച്ച് റബ്ബിലേക്ക് മടങ്ങാനുണ്ട്. അള്ളാഹു നമ്മൾക്ക് നന്നാക്കി തരുമാറാവട്ടെ. ഒരിക്കൽ കൂടെ ഈ മലപ്പുറത്ത് വന്ന ഈ ചെറുപ്പക്കാർ മുഹമ്മദ് റാഫി അടക്കമുള്ള, നിങ്ങളുടെ പേരെന്താണ്? ഫായിസ്, റബിൻദാസ്. ഇവർക്കൊക്കെ എല്ലാ വിധത്തിലുള്ള സന്തോഷങ്ങളും അഭിനന്ദനങ്ങളൊക്കെ അർപ്പിക്കുന്നു. ഇതിൻ്റെയൊക്കെ പ്രതിഫലം അള്ളാഹു തന്നെ, റബ്ബ് തന്നെ, ദൈവം തന്നെ ഇവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.